ഒരാൾ മാത്രമാണ് സ്നാനപ്പെടാനുള്ള സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രം സ്നാനത്തിനുള്ള ക്ലാസ് കൊടുത്താൽ മതിയായിരുന്നില്ലേ? എന്താ സജിമിത് സോര എന്താ എല്ലാവർക്കും വേണമെന്നല്ലേ? കൂടെ ഇങ്ങനെ ക്ലാസ് സ്നാനം വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്നാനത്തെക്കുറിച്ച് ഒന്നുകൂടെ കേൾക്കാനൊക്കെ ഇടയാകുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. സ്നാനപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സ്നാനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമങ്ങളിലുമുണ്ട് സ്നാനം. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ ഉൾപ്പെടെ എല്ലാ ലേഖനങ്ങളിലും മിക്കവാറും പരാമർശിച്ചിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ് സ്നാനം എന്നുള്ളത്. നമുക്കൊരു വാക്യം വായിച്ച് ഈ സ്നാനത്തെക്കുറിച്ചുള്ള അല്പമായ ഒരു ചിന്ത നമുക്ക് ഇന്ന് എടുക്കാം. 1 Peter chapter 3:21, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ഇവിടെ ഒരു പ്രധാന പ്രയോഗം സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ. ഇന്ന് സ്നാനം പലരും ഒരു ചടങ്ങായിട്ട്, അതൊരാചാരമായിട്ട് ഒക്കെ എടുക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ജഡത്തിന്റെ അഴുക്ക് കളയുന്ന ഒന്നല്ല. അത് പറയാനുള്ള കാരണം, അതിൻ്റെ ശരിയായിട്ടുള്ള രീതി നമ്മൾ മനസ്സിലാക്കി, എന്താ സ്നാനം അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസവും മാനസാന്തരവും കൂടാതെയുള്ള സ്നാനം എന്ന് പറയുന്നത് നിരർത്ഥകമാണ്, അർത്ഥമില്ലാത്തതാണ്. സ്നാനജലത്തിൽ നമ്മെ രക്ഷിക്കുന്നതായ ഒരു ശക്തിയുമില്ല സ്നാനജലത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ഈ മലയാളത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ജർമ്മിയ? വാട്ട് ഈസ് ബാപ്റ്റിസം? സ്നാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ? സ്നാനം എന്ന് പറഞ്ഞാൽ അറിയാം എന്തോ? എന്താ സ്നാനം മലയാളത്തിൽ? എന്താ അതിൻ്റെ അർത്ഥം? കുളി എന്നർത്ഥമേ ഉള്ളൂ. കുളി അല്ലേ? കുളി എന്നുള്ള അർത്ഥമാണുള്ളത്. അതിൻ്റെ ഗ്രീക്ക് ഭാഷ എന്ന് പറയുന്നത് ബാപ്റ്റിസ്മോസ്, മുക്കുക, മുങ്ങുക, വെള്ളത്തിൽ നിമജ്ജനം ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. അരാമ്യ ഭാഷയിലാണ് പൊതുവെ ഇന്ന് പല വിഭാഗങ്ങളിലും അതിൻ്റെ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാമോദിസ അല്ലേ? മാമോദിസ നമ്മൾ പറയാറില്ലേ? മാമോദിസ്, അത് അരാമ്യ ഭാഷയാണ്. അതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്, നിമജ്ജനം ചെയ്യുക, മുഴുകൽ, ഇതൊക്കെയാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് വെറും ഒരു കുളി അല്ല, ഒരു കഴുകൽ അല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെറും ഒരു കുളിയല്ല. അതാണ് അവിടെ പത്രോസ് പറഞ്ഞത്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ. അല്പമായിട്ട് നമുക്കത് വിശദീകരിച്ച് പഠിക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ സ്നാനമുണ്ട് അല്ലേ? പഴയ നിയമത്തിലും സ്നാനമുണ്ട്. എന്താ സ്നാനമുള്ളത് പഴയ നിയമത്തിൽ? ശുദ്ധീകരണ സ്നാനമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സമയം അങ്ങ് പോകും. ഈ പുരോഹിത വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് അവനെ സ്നാനപ്പെടുത്തണം. സ്വയം അവൻ കുളിച്ചാൽ പോരാ, മറ്റു ചിലർ ചേർന്ന് അവനെ കുളിപ്പിക്കണം, അവനെ കഴുകണം.
അവനെ കഴുകി ശുദ്ധീകരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ടാണ് ആ പുരോഹിത വസ്ത്രം അവനെ ധരിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു സ്നാനമായിട്ടാണ് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്നാനമല്ല ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാതൃകയായി കാണിച്ചു തന്ന് അപ്പോസ്തലന്മാരാൽ ഉപദേശിക്കപ്പെട്ട് ചെയ്യുന്ന സ്നാനം, ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം, അങ്ങനെ പഴയ നിയമത്തിലെ ഒരു ശുദ്ധീകരണം നടത്തുന്നത് പോലെയുള്ള ഒരു സ്നാനം അല്ല. അതുകൊണ്ട് പത്രോസ് എടുത്തു പറയുന്നത് ഈ സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ട് അല്ല എന്നുള്ളത് പറയുന്നത്. ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു പുതുജനനവും അല്ല. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മൾ റോമർ കഴിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു പുതു ജനനവും അല്ല. ഈ സ്നാനപ്പെടുന്നത് മാനസാന്തരത്തിന് വേണ്ടിയോ പാപമോചനത്തിന് വേണ്ടിയോ അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഒന്ന് പരാമർശിച്ചു പോവുകയാണ്. പാപമോചനത്തിന് വേണ്ടിയല്ല സ്നാനപ്പെടുന്നത്. മാത്രമല്ല അത് മാനസാന്തരത്തിന് വേണ്ടിയല്ല സ്നാനപ്പെടുന്നത്. സ്വർഗത്തിൽ പോകാനുള്ള ഒരു ഉപാധി വഴിയും അല്ല സ്നാനം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു ചടങ്ങോ ബാഹ്യമായ ഒരു കഴുകലോ അല്ല. ജഡത്തിന്റെ അഴുക്ക് കളയുന്ന ഒരു അനുഷ്ഠാനമല്ല. പിന്നെ എന്താണ്? വെള്ളത്തിന്റെ സ്പർശനം ഏൽക്കാത്ത മനസ്സാക്ഷിയിൽ ഉണ്ടാകേണ്ട ഒരു പ്രവർത്തനമാണ് സ്നാനം. മനസ്സിലാക്കണേ. അത് വെള്ളത്തിന്റെ സ്പർശനം ഏൽക്കാത്ത നമ്മുടെ മനസ്സാക്ഷിയിൽ ഉണ്ടാകേണ്ട ഒരു പ്രവർത്തനമാണ് സ്നാനം. അതുകൊണ്ടാണ് അവിടെ പത്രോസ് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. അപ്പോൾ ഇത് പുതുജനനത്തിന് വേണ്ടിയോ രക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു സമ്പ്രദായമോ അങ്ങനെ ആയിട്ടൊന്നും നമ്മൾ സ്നാനത്തെ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇനി ചിലർ വിചാരിക്കും സ്നാനപ്പെട്ടാലേ കർത്തൃമേശയിൽ പങ്കുകൊടുക്കുള്ളൂ, അല്ലേ? അപ്പം നോക്കാനായിട്ട് പറ്റണമെങ്കിൽ എന്ത് വേണം? സ്നാനം. അതിനുള്ള യോഗ്യതയാണോ സ്നാനം? അതിനുള്ള ഒരു യോഗ്യതയാണോ ക്വാളിഫിക്കേഷൻ? അങ്ങനെയും അല്ല സ്നാനം. അപ്പം നുറുക്കാനുള്ള യോഗ്യത നേടുന്നതിനും വേണ്ടി അല്ല സ്നാനപ്പെടുന്നത്. ഇനി ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് ശിശു സ്നാനവും അല്ല, മുതിർന്ന സ്നാനവും അല്ല, അല്ലേ? ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് ശിശു സ്നാനമാണോ? അല്ല. മുതിർന്ന സ്നാനമാണോ? അതുമല്ല. പിന്നെ എന്താണ്? വിശ്വാസ സ്നാനം. തമിഴിൽ തന്നെ പറയുന്നത് ജ്ഞാനസ്നാനം എന്നാ. ജ്ഞാനസ്നാനം നല്ല പദമാണ്, ജ്ഞാനസ്നാനം. നമ്മൾ പൊതുവെ പറയപ്പെടുന്നത് വിശ്വാസ സ്നാനം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി സ്നാനപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യനാകാനോ അനുകാരിയാകാനോ ഒരിക്കലും കഴിയുകയില്ല. ചില പൊതുവായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഞാനും സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്ന ഒരു വ്യക്തി, അത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്താ? ആ സ്നാനം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ സ്നാനപ്പെടുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിക്കാനാണോ? ആണോ? പറയേ. അല്ല, പരിശുദ്ധാത്മാവ് പ്രാപിക്കാം. അപ്പൊ ചിലർ പറയും കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവ് തൻ്റെ ദേഹത്തിൽ പ്രവേശിച്ചത്, പ്രാവ് എന്ന പോലെ കടന്നു വന്നു. അപ്പോൾ ചിലരിങ്ങനെ പറയുന്നുണ്ട്, സ്നാനപ്പെടുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ? പരിശുദ്ധാത്മാവ് കിട്ടുള്ളൂ എന്ന്. അത് ശരിയാണോ? ഒരിക്കലുമല്ല. സ്നാനപ്പെടുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിക്കാനല്ല. അന്ന് കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നേക്കും ഭൂമിയിൽ ഇരിക്കേണ്ടതിനായിട്ട് ഇവിടെ ഇല്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസത്തിന് ശേഷമാണ് താൻ പിതാവിന്റെ അടുക്കൽ പോവുകയും പിതാവിനോട് ചോദിക്കും, മറ്റൊരു കാര്യസ്ഥനെ, കർത്താവ് കാര്യസ്ഥനാണ്, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ പിതാവിൽ നിന്ന് വാങ്ങി അയച്ചു തരും. അത് പെന്തക്കോസ്ത് നാളിൽ അന്നവിടെ നടന്ന ഒരു മഹാസംഭവമാണ്. അത് എന്നേക്കും ഇരിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മുഖാന്തരം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ ആദ്യദാനം എന്ന് പറഞ്ഞ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സ്നാനപ്പെടുന്നത് എന്തിനു വേണ്ടിയുമല്ല, പരിശുദ്ധാത്മാവ് പ്രാപിക്കാനും അല്ല. ഇനി സ്നാനപ്പെടുന്നത് ഒരു സഭയിലെ അംഗമാകുന്നതിന് വേണ്ടിയാണോ? ഇതൊക്കെ ചിലരുടെ മിഥ്യാധാരണകളാണ്. അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തു പോവുകയാണ്. സ്നാനപ്പെടുന്നത് ഒരു സഭയിലെ അംഗമാകുന്നതിന് വേണ്ടിയാണോ? അത് അല്ല, അതുമല്ല. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് ദിനംപ്രതി സഭയോടിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നു.
ആ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഏത് സഭയിൽ ദൈവമക്കളുമായിട്ട് ചേർന്ന് പോകുന്നോ ആ സഭയിലെ മെമ്പേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ഈ സ്നാനപ്പെടുന്നത് ഞാൻ ഇന്ന സഭയിൽ അംഗമാകുന്നതിന് വേണ്ടിയാണ്. ഈ സമുദായങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ട്. സ്നാനപ്പെടുമ്പോഴും മാമോദിസ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ രജിസ്റ്ററിൽ അവരുടെ പേര് വരുന്നത്, പേര് എഴുതി വയ്ക്കുന്നത് ഈ സ്നാനപ്പെട്ടാലേ എഴുതുകയുള്ളൂ. അത് ശിശു സ്നാനം എപ്പോഴായാലും, അല്ലെങ്കിൽ അവരുടെ പേര് രജിസ്റ്ററിൽ കാണില്ല. ഞാൻ ആദ്യം ഈ CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നല്ലോ. ഞങ്ങൾ ചെറുതിലേക്ക് ഞങ്ങളുടെ കുടുംബം എല്ലാവരും CSIയിലായിരുന്നു. CSIയിൽ സൺഡേ ക്ലാസ്സിനൊക്കെ പോകും. ഞാൻ അവിടുത്തെ മാമോദിസ ഏറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഈ തളിപ്പ് സ്നാനം ഞാൻ അങ്ങനെ തളിപ്പ് സ്നാനം ഏറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വേറെ ഉണ്ട്. ഓക്കെ, ചിലരൊക്കെ എനിക്ക് കൂട്ടിനുണ്ട്. തളിപ്പ് സ്നാനം പെട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പേര് അവിടുത്തെ രജിസ്റ്ററിൽ വന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി അഡ്മിഷൻ വേണം. മാർക്കൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് മെറിറ്റിലേക്ക് കിട്ടാൻ ഇച്ചിരി പാടാം. അപ്പോൾ എൻ്റെ ഒരു മാമൻ CSI ഭക്തനായിട്ടുള്ളൊരു മാമനുണ്ട്. എന്നെ വിളിച്ചുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇവിടെ കാട്ടാക്കട എവിടെ എന്തുണ്ട്, ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്, SIUCയുടെയാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും, അവിടെ അഡ്മിഷൻ കിട്ടും, വാ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അച്ഛൻ്റെ വീട്ടിലാണ് പോയത്. ചെന്ന് രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പേരുണ്ട്. എൻ്റെ പേരവിടെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനും അവിടെ അപ്പോഴും പോകുന്നില്ല. 10ാം ക്ലാസ്സിൽ ആകുന്നതിന് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പേരുണ്ട്. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, ഇവനെ ഇവിടെയെങ്കിലും കാണാനില്ലല്ലോ, അവൻ്റെ ആരും ഇവിടെ, പപ്പയൊക്കെ ഉണ്ട്, പപ്പയൊന്നും വന്നില്ല കൂടെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം. അങ്ങനെ വേണ്ട എന്നുള്ള പറഞ്ഞു. എന്നാൽ ഈ മാമൻ്റെ നിർബന്ധപ്രകാരം ഞാൻ പോവുകയാണ്, ജോർജ് മാമൻ്റെ. പക്ഷെ സർട്ടിഫിക്കറ്റ് തന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞ് എൻ്റെ പഠിത്തമൊന്നും മുടങ്ങിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന് കാരണം, ഈ സ്നാനപ്പെടുമ്പോൾ ആ സഭയിലെ അംഗമാകുന്നു എന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ ഒരു രജിസ്റ്റർ എഴുതും. നിങ്ങൾ ആരും അങ്ങനെ സ്നാനപ്പെടാനായിട്ട് മുന്നോട്ട് വരരുത്. സഭയിലെ അംഗമാകാനോ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത നേടുന്നതിനോ ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്നാനപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിക്കുന്നവനുമായ ക്രിസ്തു. നമ്മെ കർത്താവിൻ്റെ രക്തത്താലാണ് വിടുവിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം, അല്ലാതെ സ്നാനത്തിൽ ഒന്നും അല്ല. unto him that loved us and washed us from our sin in his own blood. തൻ്റെ സ്വന്തം രക്തത്താലാണ് നമ്മെ കഴുകി പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത്. അല്ലാതെ വെള്ളത്താൽ ഈ സ്നാനം കൊണ്ട് കുളിക്കുന്നത് കൊണ്ട് അല്ല. എഫേസ്യർ ലേഖനം 1:7-8 വാക്യങ്ങളിൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ കഴുകുന്നതിലൂടെയാണ്, അല്ലാതെ സ്നാനത്തിലൂടെ അല്ല. യേശുവിന്റെ രക്തത്താലല്ലാതെ ഒരു പാപിക്കും പാപമോചനം നേടാനായിട്ട് കഴിയുകയില്ല. ഞാനെന്തിനീക്ക് പറയണമെന്ന് ചോദിച്ചാൽ സ്നാനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനൊന്നും അല്ല കേട്ടോ. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണെന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. നല്ലൊരു വിഭാഗമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ല, ഈ പെന്തക്കോസ്ത് വിഭാഗത്തിലെല്ലാം പറയുന്നത് എന്താണ്? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നാനമാണ്. പലരും, ഞാൻ ഭവന സന്ദർശനങ്ങൾ പലതും നടത്താറുള്ളതെന്ന് എനിക്കറിയാം. അപ്പോഴും പറയും കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് അറിയായിരിക്കും. അപ്പോഴവരോട് ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ മുഴുകൽ സ്നാനം തന്നെ പെട്ടതാ, രക്ഷിക്കപ്പെട്ടതാണെങ്കിലും അവർ പറയുന്നത് എന്താ? സ്നാനപ്പെട്ടതാ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്നാനമാണ് രക്ഷ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണെന്ന് വാദിക്കുന്നവര് പലരുണ്ട്. അതിന് പ്രയോഗിക്കുന്ന ചില വാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തങ്ങോട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അത് ശരിയാണല്ലോ. ഒരു വാക്യം മാത്രം ഞാൻ പരാമർശിച്ചു പോകാം. നമ്മൾ ചുരുക്കം ചില കാര്യങ്ങളാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 22-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 22:16 ഇനി താമസിക്കുന്നത് എന്ത്?
എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. ഈ വാക്യം അവര് സാധാരണ സ്നാനപ്പെട്ടാലേ രക്ഷ ഉള്ളൂ, രക്ഷയുടെ പൂർത്തീകരണം സ്നാനത്തിലൂടെയാണെന്ന് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വാക്യമാണ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയ. ന്യൂ കിങ് ജെയിംസ് വെർഷനിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡ് നൗ വൈ ആർ യു വെയിറ്റിംഗ്? പൗലൂസിനോട് ചോദിച്ച കാര്യം പൗലൂസ് തന്നെ പറയുന്ന കാര്യമാണ്. ആരാ ഈ ചോദ്യം ചോദിച്ചത്? ഈ ചോദ്യം ചോദിച്ചത് ആരാ പൗലൂസിനോട്? അനന്യാസ് ആണ് ചോദിക്കുന്നത്. ആൻഡ് നൗ വൈ ആർ യു വെയിറ്റിംഗ്? അറൈസ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് വാഷ് അവേ യുവർ സിൻസ് calling on the name of the Lord. എന്ന് പറഞ്ഞാൽ now what are you waiting for? Get up, baptized, having arise and be baptized, wash your sins away, calling on his name. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ് ഇല്ലേ? മനസ്സിലായോ? അത് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. ഈ വാക്യം പൗലോസ് തന്റെ രക്ഷയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന വാക്യമാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലൂസ് കർത്താവിനാൽ പിടിക്കപ്പെട്ടു. അപ്പോൾ പൗലൂസ് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അവസാനം ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? അതിന് കർത്താവായ ദൈവം കൊടുത്ത ഉത്തരം ഇതാണ്: എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടത് വിധിച്ചിരിക്കുന്നത് എന്തെല്ലാം എന്ന് അവിടെ നിന്നോട് പറയും. അങ്ങനെ തേജസ് കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട ശൗലിനെ ചിലർ കൂടെയുള്ളവർ കൈപിടിച്ച് ദമസ്കോസിലേക്ക് എത്തിച്ചു. അനന്യാസ് വന്ന് കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് കാഴ്ച ലഭിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, നീ സകല മനുഷ്യർക്കും നിന്റെ കർത്താവിന്റെ സാക്ഷിയായി തീരും എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ ശരിക്കും പൗലൂസ് കർത്താവിനാൽ പിടിക്കപ്പെട്ടു. അവൻ അപ്പോൾ തന്നെ ശരിക്കും കർത്താവിനായിട്ട് സമർപ്പിച്ചു. തുടർന്ന് അനന്യാസ് വന്നിട്ട് ഈ രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൗലൂസ് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷവും പൗലൂസിന് എന്തോ ഒരു അവിടെ വായിക്കുന്ന ധ്വനി അങ്ങനെ നമുക്ക് തോന്നും. പൗലൂസിന് എന്തോ അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ടൊരു വൈമനസ്യം പോലെ ഒരുപക്ഷെ ആർക്ക് തോന്നിക്കാണും? അനന്യാസിന് തോന്നിക്കാണും. അതുകൊണ്ട് ചോദിക്കുകയാണ്, വൈ ആർ യു വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇനി നീ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? എഴുന്നേൽക്ക്. എന്തിനു വേണ്ടി എഴുന്നേൽക്ക്? സ്നാനപ്പെടാൻ എഴുന്നേൽക്ക്. പക്ഷെ അതിനു എന്ത് ചെയ്യണം? കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. അതെന്തിനു വേണ്ടിയാണ്? കാൾ ഹിസ് നെയിം ഫോർ വാഷ്ഡ് അവേ യുവർ സിൻസ്. നീ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന് ശേഷം നീ എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? സ്നാനപ്പെടാൻ എഴുന്നേൽക്കണം. ക്ലിയർ ആയോ ഹർബൻ? അപ്പോൾ നീ എഴുന്നേൽക്കുന്നത്, സ്നാനപ്പെടുന്നത് നിങ്ങളുടെ പാപം കഴുകുന്നതിന് വേണ്ടിയല്ല. നീ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തണം. റോമർക്കെഴുതിയ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന, അത് 10-ാം അധ്യായത്തിലാണ്. അതിന് മുമ്പെയുള്ള വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നിട്ടാണ് പറയുന്നത്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്രകാരം കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത്, നീ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. എന്തിനു വേണ്ടി? രക്ഷ പ്രാപിപ്പാനായിട്ട്. എന്നിട്ട് നീ എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി? സ്നാനപ്പെടാനായിട്ട് എഴുന്നേൽക്കണം. ഇത് രണ്ടും ഒരുമിച്ച് അവിടെ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അപ്പോൾ ഇത് പറയുന്ന ആ കാര്യം സ്നാനത്തിലൂടെ അല്ല രക്ഷ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാണ് നീ രക്ഷ പ്രാപിക്കേണ്ടത്. എന്നാൽ കർത്താവിന്റെ കൽപ്പനയായ സ്നാനപ്പെടുന്നതിന് വേണ്ടി നീ എഴുന്നേറ്റേ മതിയാകൂ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസിന്റെ പ്രമുഖമായ ഒരു പ്രസംഗമാണ്, വളരെ ഭയങ്കരമായ പ്രസംഗമാണ്. ഈ പ്രസംഗത്തെക്കുറിച്ച് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്, പ്രസംഗിക്കുന്നവരൊക്കെ, അല്ലാത്തവർക്കും പഠിക്കാം. അവിടെ പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ട് നീ നിങ്ങൾ സ്നാനപ്പെടണം.
റിപ്പന്റ്. യേശുവിനെ തള്ളിക്കളഞ്ഞ നിങ്ങള് മാനസാന്തരപ്പെട്ട് അവനെ രക്ഷകനായിട്ട് അംഗീകരിക്കണം. യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചപ്പോൾ തന്നെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു, യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനം ലഭിച്ചു. എന്നാൽ സ്നാനം കാണിക്കുന്നത് യഥാർത്ഥമായിട്ട് ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ്, ക്രിസ്തുവിനോടുകൂടെ പാപത്തിൽ മരിച്ചുവെന്നും ഇനി ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുമെന്നും നമ്മൾ മറ്റുള്ളവരെ വെളിപ്പെടുത്തുവാൻ, പ്രഖ്യാപിക്കുവാനായിട്ട് സ്നാനപ്പെടുന്നു. അതായത് ഇങ്ങനെ പറയാം, അകമേ നടന്ന ദൈവിക പ്രവൃത്തിയുടെ വെളിപ്പെടലാണ് സ്നാനം എന്ന് വേണമെങ്കിൽ പറയാം. അകമേ ആണ് പ്രവർത്തനം നടക്കേണ്ടത്, എന്നാൽ ആ അകമേ നടന്ന പ്രവർത്തനത്തിന്റെ വെളിപ്പെടുത്തൽ ആണ് സ്നാനം. അതാണ് എനിക്ക് ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുണ്ട്, ഞാൻ ദൈവത്തോട് നല്ല മനസ്സാക്ഷി പുലർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ക്രിസ്തുവിനായിട്ട് ജീവിക്കും, അങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് സ്നാനം. അനന്യാസ് പൗലോസിനോട് ചോദിച്ച ചോദ്യം നമ്മൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ ആർ യു വെയിറ്റിംഗ്? സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് താമസിക്കുന്നു? രക്ഷിക്കപ്പെട്ട ആരെങ്കിലും, ആരും പലരും ഇല്ലാന്നുണ്ട്. ജെറമ്യ മോൻ അല്ലാതെ സ്നാനപ്പെടാത്ത വേറെ ആരുണ്ട്? സ്നാനപ്പെടാത്ത മോളുണ്ട്. ഓക്കെ ചിലരൊക്കെ ഉള്ളൂ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോട് അനന്യാസ് എന്ന് പൗലോസിനോട് ചോദിച്ച ചോദ്യം ഇന്നും ചോദിക്കുക. എന്താ? വൈ ആർ യു വെയിറ്റിംഗ്? എന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ ഒന്ന് ഈ സമയത്തൊന്ന് ഇടപെട്ടോട്ടെ ഹെർമന്റെ അടുത്ത്. ഞാൻ പേഴ്സണലി സംസാരിക്കണമെന്ന് വിചാരിച്ചോണ്ട്. എന്തുകൊണ്ട് ഹെർമൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു? കേട്ടില്ല. സാറേ ഒന്ന് എടുത്തു പറഞ്ഞേ. ഒബീഡിയൻസ്. ഒബീഡിയൻ ചെയ്യുന്നു? ആരെ? ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഒബേ ചെയ്യണമെന്നുള്ള ഒബേ ചെയ്യണമെന്നുള്ള ആ ഒരു ഉറപ്പ് ലഭിച്ചു. അതിന്റെ ഉറപ്പ് അങ്ങനെയല്ലേ? ഉറപ്പ് ലഭിച്ചു. അത് തന്നെയാണ്. അപ്പോൾ ആ ഉറപ്പ് ലഭിക്കുന്നത് വരെ ഹെർമൻ എന്ത് ചെയ്യായിരുന്നു? വെയിറ്റ് ചെയ്യായിരുന്നു. അതാണ് അനന്യാസ് ഇവിടെ ചോദിക്കുന്നത്. വൈ ആർ യു വെയിറ്റിംഗ്? സ്നാനപ്പെടാതെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോട് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ മോളെ വെയിറ്റ് ചെയ്യുന്നേ? എന്തുകൊണ്ട് നീ വെയിറ്റ് ചെയ്യുന്നു? വാട്ട് ആർ യു ഫോർ വെയിറ്റിംഗ്? എന്തെങ്കിലത്തിനും വേണ്ടിയാണോ? പ്രായം പൂർത്തിയാകുന്നതിന് വേണ്ടിയാണോ? 10ാം ക്ലാസ് കഴിയുന്നതിന് വേണ്ടിയാണോ? ജോലി കിട്ടുന്നതിന് വേണ്ടിയാണോ? അതേ ചില കാര്യങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയാണോ? അനന്യാസ് ചോദിക്കുക, വൈ ആർ യു വെയിറ്റിംഗ്? എന്തിനു വേണ്ടി താമസിപ്പിക്കുന്നു? രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയോട് ദൈവാത്മാവ് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് നീ വെയിറ്റ് ചെയ്യുന്നു? ഹെർമൻ സഹോദരൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ, വെയിറ്റിംഗ് എല്ലാം തീർത്ത് എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ആ തീരുമാനത്തിലെത്തിയത് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ്. ദൈവം സഹോദരനെ സഹായിക്കുമാറാകട്ടെ. അത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ദൈവത്തോടുള്ള മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷിയാണ് സ്നാനം. ആ മനസ്സാക്ഷിയാണ് ആ കൺവിൻസ്, ആ ഉറപ്പ്, ഇനി സ്നാനപ്പെട്ടേ മതിയാകൂ, ഞാൻ ദൈവത്തോട് നല്ല മനസ്സാക്ഷി പുലർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആരാ സ്നാനപ്പെടേണ്ടത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ ബൈബിളിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞ് അതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളെല്ലാവരും പറയുന്നത് തന്നെ മർക്കോസ് സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിൽ, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്തത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതും ഈ സ്നാനപ്പെട്ടാലേ രക്ഷയുള്ളൂ എന്ന് പറയുന്ന എടുക്കുന്ന മറ്റൊരു വാക്യമാണ്. ഞാൻ അതിനെ അല്ല പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും സ്നാനത്തിന്റെ പ്രാധാന്യം ഞാൻ ഇവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗോ ഇൻ ടു ആൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ഗോസ്പൽ ടു ആൾ ക്രിയേഷൻ. സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക. എന്നിട്ട് പറയാണ്, ബിലീവ്
ആൻഡ് ബാപ്റ്റൈസ്ഡ്, അല്ലേ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെടും. എന്നിട്ട് അവിടെ പറയുന്നു അടുത്ത് പറയുന്നുണ്ട്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കണ്ടംഡ്, അവൻ കുറ്റം അവൻ ഏൽക്കേണ്ടി വരും, ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ആരാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമേ, എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമേ, ദോസ് ഹൂ ആർ ബിലീവ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാനപ്പെടേണ്ടത്. ഒരു അവിശ്വാസി ഒരിക്കലും സ്നാനപ്പെടാനായിട്ട് പാടില്ല. അവിശ്വാസി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ഒരിക്കലും അതാണ് അതിന് മുമ്പേ പറയുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം, എല്ലാ സൃഷ്ടിയോടും സർവ്വ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കണം. ഈ സുവിശേഷ ഘോഷണത്താലാണ് യേശുവിൽ വിശ്വസിക്കപ്പെടുന്നത്. സുവിശേഷമാണ് രക്ഷയ്ക്ക് ഉള്ള ദൂതായിട്ട് എടുക്കേണ്ടത്. വിശ്വസിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അതായത് വിശ്വസിച്ച ശേഷം സ്നാനപ്പെടുന്നവരാണ്, വിശ്വസിച്ചതിന് ശേഷമാണ് ശരിക്കും സ്നാനപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ സ്നാനപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. വിശ്വസിക്കാത്തവർ സ്നാനപ്പെട്ടാൽ യാതൊരു പ്രയോജനമില്ല. അതാണ് അടുത്ത് പറയുന്നത്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ മനസ്സിലായല്ലോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ സ്നാനപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഒരു പ്രയോജനമില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, ഇത് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ രണ്ടും കൂടെ അവിടെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതിന് കാരണം എന്താ? വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, ആ രക്ഷിക്കപ്പെടുന്നവർ സ്നാനമേൽക്കണം എന്നല്ലേ പറയേണ്ടിയിരുന്നത്. ഒന്ന് ഇൻസൈഡിൽ വരുന്ന മാറ്റവും മറ്റൊന്ന് ഔട്ട്സൈഡ്, പുറമേയുള്ള കാര്യം. അതൊരു കാര്യം ശരിയാണ്. അകമേ വരുന്ന മാറ്റം, അതിൽ നമ്മൾ അകമേ വന്ന മാറ്റത്തെ പുറമേ കാണിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിൽ പറയാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുക, അവനാണ് രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കാത്തവരെല്ലാം ശിക്ഷാവിധിയിലോട്ട് പോകും. സ്നാനപ്പെടാത്തത് കൊണ്ട് അതിൻ്റെതായ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്തതായിട്ടുള്ള ആ ശിക്ഷാവിധി നമുക്ക് ഇല്ല. സ്നാനപ്പെടാത്തവർക്ക് സ്നാനപ്പെടാത്തതിന്റെ കുറ്റം ശരിക്കും ഉണ്ടാകും, കുറ്റപ്പെടുത്തൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ഇങ്ങനെ ഒറ്റ സെന്റൻസിൽ അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. വിശ്വസിക്കുക എന്നുള്ളത് പോലെ തന്നെ ദൈവം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് ഏത്? സ്നാനം. ഈക്വൽ എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞില്ല, ഇപ്പം വിശ്വസിക്കുന്നത് അകമേ നടക്കുന്ന കാര്യം, അത് നമ്മൾ പുറമേ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടിനും പ്രാധാന്യമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ തൃപ്തിയിൽ തുടർന്നു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുന്നതിനുള്ളൊരു കാരണം ഇതാണ്. വിശ്വസിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്തിരിക്കണം? സ്നാനപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു ചില കാര്യങ്ങളോട് ഞാൻ എന്നോട് ചേർത്ത് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഉടനെ ചെയ്യണമെന്നാണ് ബൈബിള് ശരിക്കും പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും, ഇത് രണ്ടും തമ്മിൽ അധികം കാലതാമസമൊന്നും വരുത്തേണ്ട യാതൊരു കാര്യവും ഇല്ല. വിശ്വസിക്കുന്നവര് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവര് ഉടനെ ചെയ്യണം. മാത്രമല്ല, സ്നാനത്തിന് നിങ്ങൾ യാതൊരു തരത്തിലും പ്രാധാന്യം കുറച്ച് കാണരുത്. അതൊക്കെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:41 അവിടെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അടുത്തത് സ്നാനമേറ്റു. അവിടെ ഒരുമിച്ച പറഞ്ഞിരിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരോട് ചേർന്നു, ഇല്ലേ? 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ശമര്യരെ കുറിച്ച് പറയുമ്പോൾ, ശമര്യർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പം എവിടെയൊക്കെ ഈ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ എവിടെയൊക്കെ വിശ്വസിച്ചവരെ കുറിച്ച് പറയുന്നു, അവിടെ എല്ലാം സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. 8:13 അവിടെ പറയുന്നു, ശീമോൻ താനും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. ശീമോൻ താനും വിശ്വസിച്ച്
സ്നാനപ്പെടാൻ്റെ സന്ദർഭങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഫിലിപ്പോസ് 8-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസിനോട് ഷണ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇല്ലേ? എന്താ ചോദിക്കുന്നത്? ഇതാ വെള്ളം, എപ്പോഴും പറയുന്നതാണല്ലോ, ഇതാ വെള്ളം, ഇനി സ്നാനപ്പെടാൻ എന്താണ് തടസ്സം? അപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരേ ഒരു പൂർണ്ണ ഹൃദയത്തോടെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു താമസവും വരുത്തണ്ട. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അപ്പോൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഉറപ്പ് പ്രാപിച്ചിട്ടുള്ള ഏവരും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, ഇഫ് യു ബിലീവ് വിത്ത് ആൾ യുവർ ഹാർട്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. 9-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില് ശൗലിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ സ്നാനത്തെക്കുറിച്ച് 9-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അവൻ 3 ദിവസം, ഈ പുതിയ നിയമത്തില് അല്പമെങ്കിലും സ്നാനപ്പെടാൻ താമസം വരുത്തിയതാരാ? പൗലൂസ. അതുകൊണ്ടാണ് അവിടെ ഇനി എന്തിനാ നീ വെയിറ്റ് ചെയ്യുന്നത്? കാഴ്ചയൊക്കെ പ്രാപിച്ചല്ലോ, ആഹാരം കഴിച്ചില്ല അവൻ 3 ദിവസമായിട്ട്, ആഹാരം കഴിക്കാൻ പട്ടിണി കിടക്കയാ, ഇനി എന്തിനും ഇത് താമസിക്കണം? ഇത് കേട്ടത് പിന്നെ പൗലൂസ് സടകുടഞ്ഞ് എഴുന്നേറ്റ് സ്നാനപ്പെട്ടു, എന്നിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു. നിങ്ങൾ അവിടെ വായിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അവിടെയും പൗലൂസും ആണ് അല്പമെങ്കിലും താമസം വരുത്തിയത്. 10-ാം അധ്യായം 44 മുതൽ 48 വരെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഉള്ള സംഭവം നമ്മൾ കാണുന്നുണ്ട്. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അവിടെ ജാതികളെ കുറിച്ചുള്ളതായിട്ടാണ് അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരെ സ്നാനം കൊടുക്കാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ഒരു കാരണം ചൊല്ലിയും സ്നാനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു, രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു എന്നുള്ള ഉറപ്പ് അവനുണ്ടെങ്കിൽ അവനെ സ്നാനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. 16-ാം അധ്യായം ഒരുപാട് സംഭവങ്ങളുണ്ട്. 16-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നാട്ടിലെ ത്വയ്തരക്കാരെ പട്ടണക്കാരിയായ രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഹൃദയം തുറന്ന ശേഷം, വിശ്വസിച്ച ശേഷം അവൾ ആ ത്വയ്തരക്കാരി എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഇനി കാരാഗ്രഹ പ്രമാണിയുടെ കാര്യമോ? 16-ാം അധ്യായം 32-33 വാക്യങ്ങളില് കാരാഗ്രഹ പ്രമാണി കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. 18-8 പള്ളിപ്രമാണിയായ ക്രിസ്പോസും സകല കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. 19-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ എഫെസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാരും വിശ്വസിച്ച ശേഷം സ്നാനപ്പെട്ടു. അവർ നേരത്തെ ഒരു സ്നാനപ്പെട്ടിരുന്നതാ. ഏത് സ്നാനമാണ്? യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം. പക്ഷെ അവരും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. അതുകൊണ്ട് ഈ നേരത്തെ ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എടുത്ത സ്നാനമാണ്, തളിപ്പ് സ്നാനമാണ്, ശരിയായ സ്നാനമൊന്നുമല്ല. എന്നാൽ വിശ്വസിച്ചതിന് ശേഷം ഞാൻ വീണ്ടും സ്നാനപ്പെട്ടു. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എഫെസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിച്ച ശേഷം വീണ്ടും സ്നാനപ്പെട്ടു. അതുപോലെ 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കൊരിന്തിൽ അനേകർ വിശ്വസിച്ച് സ്നാനമേറ്റു. 18-8. അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വസിച്ചവർ മാത്രം സ്നാനപ്പെടണമെന്ന് മാത്രമല്ല, വിശ്വസിച്ചവരെല്ലാവരും സ്നാനപ്പെട്ടേ മതിയാവും. ആദ്യകാലങ്ങളിലൊക്കെ സ്നാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്നാനപ്പെടാനായിട്ട് വരുന്ന വ്യക്തിയോട് പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് വിശ്വാസത്തിന്റെ ഉറപ്പ് ഈ സ്നാനപ്പെടുത്തുന്ന ആള് വാങ്ങാറുണ്ട്. ഇന്ന് നമ്മൾ വെള്ളത്തിൽ ഇറക്കി നിർത്തിയതിന് ശേഷം, ഞാനങ്ങനെയല്ല, കഴിഞ്ഞ 6 പേരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേകമായിട്ട് 6 പേരെ വിളിച്ച് അവരെ രക്ഷിക്കപ്പെടുവാനിടയായ സാഹചര്യം, ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, എല്ലാവരുടെ അടുത്തും വ്യക്തിപരമായിട്ട് ഞാൻ ചോദിച്ചു. കാരണം സ്നാനപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് അത് പ്രാപിച്ചില്ലെങ്കിൽ അത് തെറ്റാ. ഹെർമൻ സഹോദരനോട് ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കും. രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ഒരു വ്യക്തിയെ എനിക്ക് സ്നാനപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. കർത്താവിന്റെ കൽപ്പനയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി എന്റെ സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പന എന്നോടും നിങ്ങളോടും പറഞ്ഞിരിക്കുന്ന കൽപ്പനയാ. സ്നാനപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്. അത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വിശ്വസിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്തേ പറ്റൂ? സ്നാനപ്പെട്ടേ പറ്റൂ. ഇനി
ചില കാര്യങ്ങളോട് പറയണമെന്നുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്താം. അപ്പോൾ വിശ്വസിച്ചിട്ടും സ്നാനപ്പെടാതിരിക്കുന്നത് തെറ്റാണ്. ദൈവ കൽപ്പനയോടുള്ള നിരസത അതിനെ ത്യജിക്കുന്നതാണ്. അത് ദൈവത്തോട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അവൻ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് സ്നാനപ്പെടണം? നേരത്തെ ഇവിടെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഒബേ ഓഫ് ദ കമാൻഡ്മെന്റ് ഓഫ് ലോർഡ്. ദൈവ കൽപ്പനയുടെ അനുസരണമാണ് സ്നാനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇത്. എന്തുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നു? എന്നോട് ദൈവം കൽപ്പിച്ചു, എന്നെ രക്ഷിച്ച, അവന്റെ ചങ്കിലെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ച ആ ദൈവം എന്നോട് കൽപ്പിച്ചു. സർവ അധികാരവും ലഭിച്ച സ്വർലോകത്തും ഭൂലോകത്തിലും സകല അധികാരവും ലഭിച്ച കർത്താവിന്റെ കൽപ്പനയാണ് ഈ സ്നാനം. താൻ സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നതിന് മുമ്പാണല്ലോ ഈ കൽപ്പന അല്ലെങ്കിൽ നിയോഗം കൊടുക്കുന്നത്. ശിഷ്യന്മാരൊക്കെ കുറച്ചു നേരം ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുക. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. അയ്യോ, ഇനി എന്ത് സംഭവിക്കും? അദ്ദേഹം ഇതാ സ്വർഗാരോഹണം ചെയ്യാനായിട്ട് പോവുക. ഒലിവെല്ലാവരും നമ്മളെല്ലാം. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ മാറി നിന്നപ്പോഴ് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഈ യേശുക്രിസ്തു അവരുടെ അടുക്കലേക്ക് ചെന്നു. ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ടാണ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നിട്ടാണ് ഈ നിയോഗം കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടണ്ട. ഞാൻ പറയുന്ന കൽപ്പന സ്വീകരിപ്പാൻ, ഞാൻ പറയുന്ന കൽപ്പന എടുക്കുവാനായിട്ട് നിങ്ങൾ ഒരു തരത്തിലും അധൈര്യപ്പെടണ്ട. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. അതുകൊണ്ട് ദൈവ കൽപ്പനയുടെ അനുസരണമാണെന്ന് പറഞ്ഞാൽ സകല അധികാരവും ലഭിച്ച ഒരു വലിയവനായ ദൈവത്തിന്റെ കൽപ്പനയാണ്, അല്ലേ? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അനുസരിക്കാനായിട്ട് വളരെ കടപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ എത്രയോ വലുതാണ് എന്നെ രക്ഷിച്ച, എൻ്റെ ആത്മാവിന് ജീവൻ നൽകിയ, എന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കിയ ആ വലിയവനായ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തോടും അവന്റെ കൽപ്പനയോടുമുള്ള അനുസരണമാണ് ഇത്. അപ്പോൾ സ്നാനപ്പെടാതിരിക്കുന്നത്, എൻ്റെ നെഗറ്റീവിടെ മറ്റേ വശം കൂടെ പറഞ്ഞില്ലേ ശരിയാവില്ല. സ്നാനപ്പെടുന്നത് ദൈവത്തോടുള്ള അനുസരണം. അപ്പൊ ജെറമ്യാ സ്നാനപ്പെടാതിരിക്കുന്നത് പറഞ്ഞോ? ഡിസൊബീഡിയൻസ്, അനുസരണക്കേടാ. ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ സ്നാനപ്പെടാതെ ഇരുന്ന കാലം അത്രയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ചെറിയ കാര്യമാണോ അത്? സ്നാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുസരണമാണെങ്കിൽ സ്നാനപ്പെടാതിരിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. അത് നമ്മൾ ചിലര് ഞാൻ സ്നാനപ്പെടാം കുഴപ്പമൊന്നുമില്ല, എനിക്ക് അറിയാം സ്നാനപ്പെടണമെന്നറിയാം, പിന്നെ എന്താ ഞാൻ സ്നാനപ്പെടാന്നേ. പലയിടത്തും എന്നെ ഈ ബൈബിൾ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോൾ ചിലർ സാറേ എൻ്റെ മക്കളെടുത്തൊന്ന് സ്നാനപ്പെടാൻ പറയണേ, അവരിത് ഇത്രയൊക്കെ പ്രായമായി. അപ്പം ഞാൻ അവരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ട എപ്പോഴാ ഇന്നത്, പിന്നെ എന്താ സ്നാനപ്പെടാത്തെ? സാറേ അത് സ്നാനപ്പെടാം. അവർ പറയും, എന്താ വൈ ആർ യു വെയിറ്റിംഗ് ഫോർ? അപ്പോൾ പലരും പല കാരണങ്ങളാൽ ഇങ്ങനെ സ്നാനപ്പെടുന്നതിൽ നിന്ന് അത് ദൈവ കൽപ്പനയോടുള്ള അനുസരണക്കേടാണ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 15:22, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പൂർണ്ണ അനുസരണം എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഭാഗികമായ അനുസരണമാണ് ശൗൽ കാണിച്ചത്. എന്നാൽ അവിടെ ശൗലിനോട് ശമൂവേൽ പറയുകയാണ്, അങ്ങനെയുള്ള അനുസരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണമായ അനുസരണം. ഇത് കർത്താവ് കൽപ്പിച്ച് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഈ ചിലർ പറയും ഡോക്ട്രിൻസ് രൂപപ്പെടുന്നത് കർത്താവ് പറഞ്ഞിരിക്കണം, അപ്പോസ്തല പ്രവൃത്തികളിൽ അത് ചെയ്തിരിക്കണം, ലേഖനങ്ങളിൽ അത് ഉപദേശമായിട്ട് നൽകി. കുഴപ്പമൊന്നുമില്ല. ഈ സ്നാനം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട്. സ്നാനം എന്ന് പറഞ്ഞാൽ കർത്താവ് കൽപ്പിച്ചതാണ്, ചെയ്തതാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, ലേഖനത്തിൽ പറഞ്ഞില്ല. ഞാനിതൊന്നും പറയുന്നത് കർത്താവ് കൽപ്പിച്ചാൽ പിന്നെ
എവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്തേ പറ്റൂ. കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചരിത്രം, പിന്നെ എന്താ അതില് ലേഖനങ്ങൾ നോക്കേണ്ട കാര്യം? അത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഉപദേശം സ്ഥാപിക്കപ്പെടാനായിട്ട് ഇങ്ങനെയൊക്കെ ചിലർ ക്രൈറ്റീരിയകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നാം സ്നാനപ്പെടുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഇത് കർത്താവ് കൽപ്പിച്ച കാര്യമാണ്, കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഓരോ വിശ്വാസിയും അനുസരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൽപ്പനയുമാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഉപദേശ വിഷയവുമാണ്. യോഹന്നാൻ 14:21 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. 1 യോഹന്നാൻ 5:3 അവന്റെ കൽപ്പന പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. മനസ്സിലായോ? അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള. ഈ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പറഞ്ഞോ? എന്താ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യണം. പക്ഷെ കുറച്ചുകൂടെ അതിന് ആഴമായ കാര്യമുണ്ട്. ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങള് ദൈവം ഏത് സമയത്താണോ നാം ചെയ്യേണ്ടത് ആ സമയത്തും പറഞ്ഞ പ്രകാരവും ചെയ്യുക എന്നുള്ളതാണ് ദൈവ കൽപ്പനയുടെ അനുസരണം. എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, നമുക്ക് തോന്നിയതുപോലെ ചെയ്താൽ പോരാ. പിന്നെയോ ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും ദൈവം പറഞ്ഞ പ്രകാരവും ചെയ്യുന്നതാണ് കൽപ്പനയുടെ അനുസരണം എന്ന് പറയുന്നത്, അല്ലേ? മോശയെക്കുറിച്ചും നോഹയെക്കുറിച്ച് വായിക്കുമ്പോഴും നമ്മൾ പെട്ടകം പണിതതിനെ കുറിച്ച് യഹോവ കൽപ്പിച്ചത് അതുപോലെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു കൽപ്പിച്ച പ്രകാരം ചെയ്തു, അതിലൊരു അണുവിട മാറ്റം വരുത്തിയില്ല. ഗോഫർ മരം എന്ന് പറഞ്ഞാൽ കതിരമരം കൊണ്ടുവന്നില്ല, ഗോഫർ മരം കൊണ്ട് തന്നെ പണിതു. ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇത്ര മുഴം ഉയരം, അതിൽ 1 ഇഞ്ച് പോലും കുറയ്ക്കാനായിട്ട് നോഹ മെനക്കെട്ടില്ല. കാരണം ആ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത പ്രപ്പോർഷനാ. ഇന്നത്തെ ഷിപ്പുകളുടെയൊക്കെ പ്രപ്പോർഷൻ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം കൊടുത്തത് അത് ആ കൽപ്പന അതുപോലെ ചെയ്യണം, അത് ആ സമയത്ത് തന്നെ ചെയ്യണം. അതാണ് ദൈവകൽപ്പനയുടെ അനുസരണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്നാനപ്പെടുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ആ സമയത്തും അത് പ്രകാരവും ചെയ്യുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാനിവിടെ നിർത്തട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ്. നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷ. ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിലെ മരണമാകുന്ന സ്നാനമേറ്റു, ഇല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ സ്നാനത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്നാനം ഏൽക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കും ആ സ്നാനം ഏൽക്കുവാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾക്ക് ആർക്കും ആ സ്നാനം ഏൽക്കുവാൻ കഴിയില്ല. ഏത് സ്നാനം? കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ സ്നാനം നമുക്കാർക്കും ഏൽക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കൽപ്പനയായ സ്നാനം ഏറ്റേ മതിയാകും. ദൈവം കടന്നുപോയ ആ സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ കൽപ്പന കഷ്ടതയാകുന്ന കഠിന ശോധനയിലൂടെ കർത്താവ് കടന്നുപോയി എങ്കിൽ അതിനോട് താതാത്മ്യം കാണിക്കുന്ന ഈ സ്നാനം ഞാൻ ഏറ്റേ മതിയാവും. ഇതാണ് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി. എന്റെ കർത്താവും രക്ഷകനുമായിട്ട് ഞാൻ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവനിൽ ആശ്രയിച്ച് തന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഞാൻ ആത്മീകമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം സ്നാനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇതാണ് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പ്രാപിച്ച ആത്മീയ വിടുതലിന്റെ ദൃശ്യമായ പ്രതിഫലനമാണ് സ്നാനം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ജീവന്റെ പുതുക്കത്തിൽ ഞാൻ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയാണ് സ്നാനത്തിലൂടെ ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് സ്നാനത്തിലൂടെ ചെയ്യുന്നത്. സ്നാനം എന്ന് പറയുന്നത് ദൈവഹിതം അനുഷ്ഠിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമാണ്.
സ്നാനത്തിലൂടെ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുക. ഇതൊക്കെ വിശദമായിട്ട് പറയേണ്ടതാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടുന്ന ഒന്നാണ് സ്നാനം. ദൈവത്തിന്റെ ആലോചന വ്യർത്ഥമാക്കാതിരിക്കുന്നതാണ് സ്നാനം. സ്നാനത്തെക്കുറിച്ച് അങ്ങനെ യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ചാണെങ്കിലും പറയുന്നുണ്ട്, സ്നാനപ്പെടാതെ ദൈവത്തിന്റെ ആലോചനയെ വ്യർത്ഥമാക്കി. ദൈവത്തിന്റെ ആലോചനയെ വ്യർത്ഥമാക്കി. അപ്പൊ സ്നാനപ്പെടാതിരിക്കുന്നത് ദൈവത്തിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിയിരിക്കുക. ദൈവത്തിന്റെ ആലോചനയെ ത്യജിച്ച്, റിജക്റ്റഡ് ദ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൗൺസിലിങ്ങിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് സ്നാനപ്പെടാതെ ഇരിക്കുക എന്നുള്ളത്. മാത്രമല്ല, സ്നാനം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിന്റെ അംഗീകാരമാണ്, അപ്രൂവൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്നാനപ്പെടാനായിട്ട് നമ്മളെടുത്ത തീരുമാനം, സ്നാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ അനുഷ്ഠാനമായിട്ട് നമ്മളല്ല കരുതി. ദൈവം പറഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യത്തിന്റെ അനുസരണമാണ് ഞാനും നിങ്ങളും ചെയ്തത്. അത് ദൈവസന്നിധിയിൽ ഏറ്റവും നീതിയുള്ള കാര്യമാണ്. അത് ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ്, ദൈവഹിതത്തിനുള്ള കാര്യമാണ്. പ്രിയ ഹെർമൻ സഹോദരൻ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്നാനപ്പെടാനായിട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയുടെ അനുസരണമാണ്, ദൈവനീതി നിവർത്തിക്കപ്പെടുന്നതാണ്, പരസ്യ പ്രഖ്യാപനമാണ്. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ആലോചന ഞാൻ എന്നിലൂടെ നിവർത്തിക്കപ്പെടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സംവിധാനത്തിന്റെ, മഹത്തായ ഒരു ദൈവം കൽപ്പിച്ചു തന്ന ഒരു അനുഷ്ഠാനത്തിന്റെ പ്രഖ്യാപനമാണ് ഈ സ്നാനം. വളരെ ധൈര്യത്തോടു കൂടെ, വളരെ പ്രശംസയോടുകൂടെ നമുക്ക് ഈ സ്നാനത്തിൽ പങ്കാളികളാകാം, സ്നാനപ്പെടാം. ഇതുകൊണ്ട് മനസ്സിന് യാതൊരു വിമിഷ്ടം ഉണ്ടാകേണ്ട, വളരെ ധൈര്യത്തോടു കൂടെ, വളരെ ബ്രേവായിട്ട് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, അവന്റെ മരണത്തോട്, അടക്കത്തോട്, പുനരുത്ഥാനത്തോട് ഞാനിതാ ഏകീഭവിക്കുന്നു എന്നുള്ള ആ പ്രഖ്യാപനം നമുക്ക് ഇത്തരത്തിലെങ്കിലും ചെയ്യാൻ ദൈവം ഒരു അവസരം നൽകി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം തന്നെയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നാനപ്പെടാൻ മടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ദൈവാലോചനയുടെ തിരസ്കരണമാണ്. അതുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്നത് ശരിയല്ല. സ്നാനപ്പെടുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ആ സമയത്തും ആഗ്രഹിക്കുന്ന പ്രകാരവും നാം അനുഷ്ഠിക്കേണ്ടതാണ്. ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.